നമസ്കാരം. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചാടിയതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? സന്ദീപ് വാര്യർ കളം മാറ്റി പിടിക്കാൻ തന്നെ തീരുമാനിച്ചു. എന്ന് വെച്ചാൽ തിരിച്ച് ബി ജെ പിയിലേക്ക് പോകുന്നൊന്നുമല്ല. ബി ജെ പിയിലോട്ട് പോയാൽ അവരിനെ അടുപ്പിക്കത്തില്ല. കാര്യം ചിലരങ്ങനെയാണ്. ഇവിടെ നിന്ന് ഒരാളെ തേച്ചിട്ട് നമ്മൾ ഇപ്പുറത്തോട്ട് വന്ന് വീണ്ടും ഇവിടെ തേപ്പ് കിട്ടുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ചാടി അപ്പുറത്തോട്ട്, അങ്ങനെയുള്ള സിസ്റ്റം ഒന്നും അല്ല ഇവിടെ. സന്ദീപ് വാര്യർ ഇപ്പോൾ നിൽക്കുന്നതിന് കൃത്യമായ ചില ഉദ്ദേശങ്ങളുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ CPM അല്പം വോട്ട് കൂടുതൽ കിട്ടിയെങ്കിൽ പോലും സരിൻ ദയനീയമായി പരാജയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് 3ാം സ്ഥാനത്തേക്ക് എത്തി. അവിടെ തൃശ്ശൂരിൽ മുരളീധരൻ പരാജയപ്പെട്ടതുപോലെ ഇവിടെ 3ാം സ്ഥാനത്തേക്ക് തഴയപ്പെട്ടു. അത് അങ്ങനെയാണ്. കഴിഞ്ഞ ഒരു 3 തെരഞ്ഞെടുപ്പുകളായി പാലക്കാട് 3ാം സ്ഥാനത്ത് തന്നെയാണ് CPM ഉള്ളത്. അപ്പോൾ സരിൻ തോറ്റു. സരിൻ തോറ്റപ്പോൾ സരിന് പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു ഇമേജിന് കോട്ട സംഭവിച്ചു. സ്വാഭാവികം മാത്രം. ഇപ്പം വേറൊരു പാർട്ടിയിൽ നിന്ന് ഇവിടേക്ക് വന്ന് എവിടെയെങ്കിലും ഒരു നിയമസഭയിലേക്ക് സീറ്റ് കൊടുത്ത് നിർത്തി ആ സ്ഥാനാർത്ഥി പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഇടതുപക്ഷ ഏത് പാർട്ടിയാണെങ്കിൽ തന്നെയും ആ പാർട്ടിക്കാർക്ക് അല്ലെങ്കിൽ അതിലെ പ്രവർത്തകർക്ക് ആ നേതാവിനോടൊരു അനിഷ്ടമുണ്ടാകുന്നത് സ്വാഭാവികം മാത്രം. ആ രീതിയിൽ ഒരു അനിഷ്ടമുണ്ടാകാൻ സാധ്യത തനിക്കുണ്ട് എന്നൊരു തോന്നൽ ആർക്കുണ്ട്? സന്ദീപ് വാര്യർക്കുണ്ട്. അത് കണ്ടപ്പോൾ സന്ദീപ് വാര്യർ ഒന്ന് അന്ധാളിച്ചു പോയി. കാരണം മറ്റൊന്നുമല്ല, ഇനി നാളെ എവിടെയെങ്കിലും ഒരു സീറ്റ് അവിടെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ, ഉപതെരഞ്ഞെടുപ്പല്ല, നമ്മുടെ പൊതു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ സന്ദീപ് വാര്യരെ കൊണ്ട് ഏതെങ്കിലും ഒരു സീറ്റ് കൊടുത്ത് അവിടെ നിർത്തും. സ്വാഭാവികമായി സംഭവിക്കാൻ പോകുന്നത് ആ സമയത്ത് ഒരു വോട്ടൊഴുക്കിൻ്റെ ഒരു അവസ്ഥ നോക്കണം. ഈ പറയുന്ന സർക്കാർ വിരുദ്ധ വികാരം UDFന് ആ സമയത്തേക്ക് കത്തിച്ച് നിർത്താൻ കഴിയുമെങ്കിൽ, അതായത് പടലപ്പിണക്കങ്ങളൊന്നും ഇല്ലാതെ ഇതിങ്ങനെ കത്തിച്ച് നിർത്താൻ കഴിയുമെങ്കിൽ ഒരു പക്ഷേ ആ സീറ്റിൽ സന്ദീപ് വാര്യരെ നിർത്തി ജയിപ്പിക്കാൻ UDFന് കഴിയുമായിരിക്കും. ഇനി അതല്ല, സന്ദീപ് വാര്യർക്ക് വിരുദ്ധമായി ഒരു UDFലെ ഒരു വലിയൊരു വിഭാഗം ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും സന്ദീപ് വാര്യരെ പരാജയപ്പെടുത്തുകയും ചെയ്യും. അപ്പം അതൊരു ചാൻസ് മാത്രമാണ്. ആ സീറ്റിലൊരു ജയം ഉണ്ടാകുക എന്നുള്ളതൊരു സാധ്യത മാത്രമാണ്. ജയിക്കാം, തോൽക്കാം. അതായത് ഒരു 50-50 എന്നുള്ള നിലയിൽ നിൽക്കുന്ന 50-50 ചാൻസ് മാത്രമാണ് നിലവിലുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഉള്ളത് കൊണ്ട് സന്ദീപ് വാര്യർക്ക് ഒരു അല്പം ടെൻഷനുണ്ട്, ചെറിയൊരു ആശങ്കയുണ്ട്. ജയിച്ചില്ല എങ്കിൽ തന്നെ ഇവിടുന്ന് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന പാർട്ടിക്ക് തന്നോട് അനിഷ്ടമുണ്ടാകും, സ്വാഭാവികമായ അനിഷ്ടമുണ്ടാകും. VD സതീശൻ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചെങ്കിലും നമ്മുടെ ചാമക്കാല കെട്ടിപ്പിടിച്ച് സഹോദരനാണ് എന്ന് പറഞ്ഞുവെങ്കിലും എല്ലാവരും തമ്മിൽ, അല്ലെങ്കിൽ മുരളീധരൻ്റെ സ്വന്തം അനിയനാണ് എന്ന് മുരളീധരൻ സമ്മതിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ സീറ്റ് സന്ദീപ് വാര്യർക്ക് കൊടുക്കേണ്ടിയിരുന്നില്ല എന്ന രീതിയിലുള്ള ഒരു ചർച്ച കോൺഗ്രസിനുള്ളിലുണ്ടാകും. അങ്ങനെ ഒരു ചർച്ചയെ സന്ദീപ് വാര്യർ ഭയക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നിയമസഭാ സീറ്റുകളൊന്നും ആവശ്യപ്പെടാതിരിക്കാനാണ് സന്ദീപ് വാര്യർ തീരുമാനിച്ചിരിക്കുന്നത്. പകരം ഇനി എന്ത് എന്നുള്ളതാണ് പ്രശ്നം. അതായത് അതിനു മുമ്പ് അദ്ദേഹത്തിന് 2018 നടന്ന ഒരു സംഭവം അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. അതായത് കണ്ണൂരിലെ OK വാസു എന്ന് പറയുന്ന ഒരു BJPയുടെ സെക്രട്ടറി ഉണ്ടായിരുന്നു. അദ്ദേഹം ആ സമയത്ത് BJPയിൽ നിന്ന് വിട്ട് CPMലേക്ക് വന്നു. CPMലേക്ക് വന്ന സാഹചര്യത്തിൽ അദ്ദേഹം ചെയ്ത ഒരു പരിപാടി, അദ്ദേഹത്തെ CPM നേരെ അദ്ദേഹത്തെ പിടിച്ച് മലബാർ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തേക്ക് ഇരുത്തി. അങ്ങനെ മലബാർ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തേക്ക് ഇരുത്തിയപ്പോൾ ഇദ്ദേഹം ചെയ്തു കൊടുത്തത് പല ക്ഷേത്രങ്ങളെയും, ഇങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുന്ന പല ക്ഷേത്രങ്ങളെയും കണ്ടുപിടിക്കുകയും അതിനെ മലബാർ ദേവസ്വം ബോർഡിലേക്ക് ചേർക്കുകയുമാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ മലബാർ ദേവസ്വം ബോർഡിലേക്ക് ക്ഷേത്രങ്ങളുടെ എണ്ണം കൂട്ടാനും ഒക്കെ സഹായിച്ചത് ഈ OK വാസു എന്ന് പറയുന്ന നേതാവായിരുന്നു. അദ്ദേഹത്തിന് മുമ്പിൽ അതൊരു ഉദാഹരണമായി നിൽപ്പുണ്ട്. എല്ലാവരും കളിയാക്കിയില്ലേ, ഇവിടുന്ന് സന്ദീപ് വാര്യർ ഇവിടെ നിന്ന് എല്ലാവരെയും കുറ്റം പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഓടിപ്പോയത് PK കുഞ്ഞാലിക്കുട്ടിയുടെ കാണാനായിട്ടാണ്. അതെ, കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതായത് കുഞ്ഞാലിക്കുട്ടിയുടെ സപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, മലപ്പുറത്ത് എവിടെയെങ്കിലും ഒരു സീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം നടത്തുന്ന ശ്രമമാണ്, ലീഗിനെ ഒപ്പം നിർത്തുകയാണ് എന്നായിരിക്കും നമ്മളെല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവും. എന്നാൽ അതായിരുന്നില്ല കാര്യം. കുഞ്ഞാലിക്കുട്ടി പറയുന്നിടത്ത് UDFനകത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസ് നിൽക്കൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇടപെട്ടുകൊണ്ട് അടുത്ത ഭരണമാറ്റം വരുമ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തേക്ക് വരിക എന്നുള്ളതാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അപ്പോൾ അതായത് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസക്തി നമുക്കറിയാലോ. ഒരു താറ് പോലും ലേലം ചെയ്തു പോകുന്ന ലക്ഷക്കണക്കിന് രൂപയ്ക്കാണ്, അല്ലേ? അവിടെ വരുന്ന പണത്തിന് തന്നെ എത്രത്തോളം ഉണ്ട് എന്നറിയാൻ പറ്റത്തില്ല. പവൻ കണക്കിന് അല്ലെങ്കിൽ കിലോ കണക്കിന് സ്വർണ്ണമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തേക്ക് വരാം.
തലപ്പത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം BJP-ക്കാരെ ഒന്ന് പേടിപ്പിച്ച് നിർത്താനും കഴിയും. ഗുരുവായൂർ അമ്പലത്തിന്റെ തലപ്പത്തേക്ക് അല്ലെങ്കിൽ ആ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് മുൻ BJP-ക്കാരനായ ഒരാൾ, ഇപ്പോൾ കോൺഗ്രസ്സുകാരനായ ഒരാൾ വന്നു കഴിയുമ്പോൾ BJP-ക്കാർക്ക് ചെറിയ ഒരു നെഞ്ചിടിപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം പ്രധാനമായി ഉന്നം വെക്കുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് വരാൻ വേണ്ടി തന്നെയാണ്. അതല്ലെങ്കിൽ PSC പോലുള്ള ഏതെങ്കിലും ബോർഡിൻ്റെയോ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെയോ ഒക്കെ തലപ്പത്തേക്ക് വരിക എന്നുള്ളതാണ് അദ്ദേഹം വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് എടുക്കുന്ന തീരുമാനം. ഇതാകുമ്പം തോൽക്കുമെന്നുള്ള പേടി വേണ്ട, അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. ഇനിയിപ്പം ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തേക്ക് വന്നു കഴിഞ്ഞാൽ സംഗതി കുറച്ചുകൂടി എളുപ്പമാവും. ഒരു BJP-ക്കാരനായിരുന്ന ഒരു SFI-ക്കാരനിലൂടെ RSS-കാരനായി ഒടുവിൽ അവിടെ നിന്ന് കോൺഗ്രസിലേക്ക് മറുകണ്ഠം ചാടിയ ആള് ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരിക്കുന്ന കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള കാര്യമാണ്. അതിനകത്തൊരു ഹിന്ദു അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷ പ്രീണനവും കൂടെ അതിനകത്ത് വെച്ച് കൊണ്ട് നടക്കാൻ UDF-നെ കൊണ്ട് സാധിക്കുകയും ചെയ്യും. അതൊരു പ്രധാനപ്പെട്ട നേട്ടമായി UDF അല്ലെങ്കിൽ സന്ദീപ് വാര്യർ കാണുന്നുണ്ട്. അങ്ങനെ കൊണ്ടുവരുന്നതിലൂടെ ഒരു നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് UDF-ഉം കരുതുന്നുണ്ട്. അപ്പം ഈ സാഹചര്യത്തിൽ എന്ത് വന്നിരുന്നാലും തൽക്കാലം എവിടെയെങ്കിലും ഒരു സീറ്റിൽ മത്സരിച്ച്, ഏതെങ്കിലും നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച് തൻ്റെ കഴിവില്ലായ്മ വ്യക്തമാക്കാൻ തയ്യാറല്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് സന്ദീപ് വാര്യർ. ഏതെങ്കിലും അടുത്ത ഭരണമാറ്റം വരുന്നതോടുകൂടി ഏതെങ്കിലും ഒരു കോർപ്പറേഷൻ്റെയോ അതല്ലെങ്കിൽ ഒരു ബോർഡിൻ്റെയോ തലപ്പത്തേക്ക് വരിക എന്നുള്ളത് മാത്രമാണിപ്പോൾ സന്ദീപ് വാര്യർ കൃത്യമായി ലക്ഷ്യം വെച്ച് മുന്നോട്ട് നീങ്ങുന്നത്.